സിജിയുടെ പുതിയ സിനിമയിലേക്ക് പോകുന്ന കറക്റ്റാണ്. സിനിമയിലേക്ക് ഇപ്പോൾ സിനിമയ്ക്ക് വന്നടാ, നീ ഇവിടെ സിനിമ അങ്ങനെ ചുമ്മാ വെറുതെ എടാ ഇനി അടുത്ത പരിപാടി എന്നാ നമ്മളിപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എനിക്ക് അത്ര അഭിനയം ചെയ്യാൻ അറിയുന്ന ആളൊന്നുമല്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് നല്ല സാധനം ചെയ്യണ്ടേ, പണ്ടത്തൊരു സാധനം ചെയ്യണ്ടേ. ഇപ്പോൾ നമ്മുടെ ഗബ്രി ആയിക്കോട്ടെ, ശ്രീ ചേച്ചി ആയിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ മുടിയൻ, അവരൊക്കെ ഓൾറെഡി ഫീൽഡിലുള്ള ആൾക്കാരല്ലേ. നമുക്ക് അസോസിയേഷൻ ഏതിൻ്റെയാണോ രണ്ടും ഉണ്ട്, രണ്ടിൻ്റെയും ഭാഗമായിട്ട് നമ്മളതിൻ്റെയോ ഇപ്പോൾ ഒരു നിലവിലിപ്പോൾ അതിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളതിനകത്തൊരു റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ എല്ലാവരും കൂടെ. അത് ഞാൻ ഒഫീഷ്യലി പറയേണ്ട അവരാണ്, അതിൻ്റെ ഞാനല്ലാതെ പറയേണ്ട അത് പ്ലാനിങ് ആണ്. ഞാൻ പറഞ്ഞ പ്ലാനിങ് ആണ്. നമ്മൾ ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോൾ ബിഗ് ബോസിലെ 6 സീസൺ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന സീസണിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു വേദി പങ്കിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാരെ രസിപ്പിക്കണമല്ലോ. തീർച്ചയായിട്ടും നൈസായിരിക്കും വിചാരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. ക്രിക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. സായി മോർണിംഗിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതും ഒഫീഷ്യലായിട്ട് അവർ തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അതിൻ്റെ മൂവി കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ചർച്ച അത് എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെയും ഒരു സ്ക്രിപ്റ്റൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ സായി ഇങ്ങനെ സംസാരിക്കും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ അങ്ങനെയല്ല, അതിനകത്ത് ഇത്ര കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ മെയിൻ അവരല്ലേ. അപ്പോൾ അഭിനയിക്കാൻ കഴിവുള്ള ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ടും കിക്കിൻ്റെ ഭാഗമായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അവർ മെയിനായിട്ട് ചെയ്യട്ടെ. നമ്മൾ പഠിച്ചു വരുന്ന ആളല്ലോ, സമയമുണ്ടല്ലോ നമുക്ക് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അതൊക്കെ കഴിഞ്ഞു, ആ ഘട്ടമേ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് ചർച്ച പോലും നമുക്ക് തന്നെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹെൽത്ത് വൈസ് ഒക്കെ ഞാനിപ്പോൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം നൈസായിട്ട് പോകുന്നു. ഓക്കെ.